സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന 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 നിറവായൻ കൂടെ നിന്നിടണേ. ഇരുളിൽ പൊൻവിളക്കായി നീ തെളിഞ്ഞു നിന്നിടണേ. ഹൃദയം കവിയും തിരുസ്നേഹമായെന്നിൽ നിറയൂ കവിയൂ പ്രിയനേശുനായക. നിഴലായി നിറവായൻ കൂടെ നിന്നിടണേ. ഇരുളിൽ പൊൻവിളക്കായി നീ തെളിഞ്ഞു നിന്നിടണേ.
നിരാശകൾ തൻ കുടം ഞാനുടയ്ക്കാം. ഇനി നീ തരുന്ന ജലം ഞാൻ കുടിക്കാം. ജഡികാശകൾ തൻ കുടം ഞാനുടയ്ക്കാം. ഇനി നീ തരുന്ന ജലം ഞാൻ കുടിക്കാം. ഈ പാപിയന്റെ മനം നീ അറിഞ്ഞു, എന്താ നീ എടുത്തു. പരനേശു നീ തരും ജീവജലം മതിയാകുവോളം ഇനി ഞാൻ നുകരാം നിൻ ജീവനിൽ. നിഴലായി നിറവായൻ കൂടെ നിന്നിടണേ. ഇരുളിൽ പൊൻവിളക്കായി നീ തെളിഞ്ഞു നിന്നിടണേ. ഹൃദയം കവിയും തിരുസ്നേഹമായെന്നിൽ നിറയൂ കവിയൂ പ്രിയനേശുനായക. നിഴലായി നിറവായൻ കൂടെ നിന്നിടണേ. ഇരുളിൽ പൊൻവിളക്കായി നീ തെളിഞ്ഞു നിന്നിടണേ. വിശുദ്ധ പൗലോസ്ലീഹ കൊറീന്തോസിലെ സഭയ്ക്കെഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 17 മുതൽ 20 വരെ തിരുവചനങ്ങൾ. ദൈവത്തിൻ്റെ നിയോഗവും വിളിയുമനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. ഇതാണ് എല്ലാ സഭകളോടും ഞാൻ കൽപ്പിക്കുന്നത്. ആരെങ്കിലും ദൈവവിളി സ്വീകരിക്കുമ്പോൾ പരിച്ഛേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ മാറ്റാൻ ശ്രമിക്കേണ്ട. ആരെങ്കിലും വിളി സ്വീകരിക്കുമ്പോൾ പരിച്ഛേദനം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ പരിച്ഛേദനം ചെയ്യേണ്ടതില്ല. പരിച്ഛേദിതനോ അപരിച്ഛേദിതനോ എന്ന് നോക്കേണ്ട, ദൈവകൽപ്പനകൾ പാലിക്കുക എന്നതാണ് സർവപ്രധാനം. വിളിക്കപ്പെട്ടപ്പോഴുള്ള അവസ്ഥയിൽ തന്നെ ഓരോരുത്തരും തുടർന്നു കൊള്ളട്ടെ. വചനം തന്നെയായി ഈശോയെ, തിരുവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. വചനത്തിൻ്റെ ശാന്തി, സൗഖ്യം, സമാധാനം നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും അവിടുന്ന് ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വിളിക്ക് പല ഘട്ടങ്ങളുണ്ട്. ദൈവം ആദ്യം നമ്മളെ വിളിക്കുന്നു. വചനം ഇപ്രകാരം നമ്മളെ അറിയിക്കുന്നു: അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തിന് മുമ്പേ തന്നെ ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മളുണ്ട് എന്നുള്ളതാണ്. വീണ്ടും ആ വിളി മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മനുഷ്യ അസ്തിത്വത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഒരു കല്ലോ മണ്ണോ മരമോ പുഴുവോ ആയിട്ടൊന്നുമല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. മറിച്ച് മനുഷ്യനായി ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും അവൻ നമ്മളെ സൃഷ്ടിച്ചു. ദൈവാത്മാവിനെ തന്നെ നമുക്ക് നൽകി. വീണ്ടും ആ വിളി മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സഭയുടെ ഒരു മകനായി മകളായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. സത്യദൈവത്തെ അറിയുന്ന, സത്യസഭയെ അറിയുന്ന ഒരു മകനായി മകളായി വീണ്ടും ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട്. അതായത് സ്വർഗമാകുന്ന ആത്യന്തിക ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ വേണ്ടി ഈ ലോക ജീവിതത്തിൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന ജീവിതാന്തസ് എൻ്റെ ശുശ്രൂഷ മേഖല. അപ്പോൾ ഓരോ മകനെയും മകളെയും ദൈവം ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ
ഒരു ജീവിതാന്തസ് നൽകിയാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കണം, ഓരോ മകനും മകളും ചിന്തിക്കണം, ദൈവം എനിക്ക് നൽകിയിട്ടുള്ള കഴിവുകൾ എന്താണ്, എൻ്റെ കഴിവുകേടുകൾ എന്താണ്, ദൈവം എനിക്ക് നൽകിയ സാഹചര്യങ്ങൾ എന്താണ്, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണ്, എൻ്റെ താല്പര്യങ്ങൾ എന്താണ്, അതനുസരിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഹിതം, എന്നിൽ നിന്ന് ദൈവം എന്താഗ്രഹിക്കുന്നു, ആ ദൈവത്തിൻ്റെ ഹിതം ആ ജീവിതാന്തസ്സിലേക്ക്, ആ ശുശ്രൂഷ മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് ശാന്തി, സന്തോഷം, ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ലഭിക്കുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നത്തെ തലമുറയ്ക്ക് സംഭവിച്ചിട്ടുള്ളത് ഒരു ദുരന്തമാണ്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കാതെ, ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാതെ, തങ്ങളുടെ തന്നെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള ജീവിത അന്തസ്സുകൾ, തൊഴിൽ രംഗങ്ങളിലേക്ക് മനുഷ്യൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ജീവിതം മുഴുവൻ ദുഃഖിച്ചും വേദനിച്ചും നിരാശപ്പെട്ടും ആകുലപ്പെട്ടും ഇന്ന് മക്കൾ ജീവിക്കുകയാണ്. പ്രിയമുള്ളവരെ, ക്രൈസ്തവ വിവാഹത്തിൻ്റെ നിർവചനം തന്നെ നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു: ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനും മരണം വരെ സ്നേഹത്തിലും ഐക്യത്തിലും വിശ്വസ്തതയിലും ഒന്നിച്ച് ജീവിക്കുവാനും, ദൈവം തരുന്ന മക്കളെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് വളർത്താനും ദമ്പതികൾക്ക് കൃപ നൽകുന്ന കൂദാശയാണ് വിശുദ്ധ വിവാഹമെന്ന കൂദാശ. അപ്പോൾ ദൈവം തരുന്ന മക്കളെ, ഇത് നമ്മുടെ താല്പര്യമല്ല, ദൈവം തരുന്ന മക്കളെ നമ്മൾ കൈനീട്ടി സ്വീകരിക്കണം. നമ്മുടെ താല്പര്യത്തിനനുസരിച്ചല്ല പോകേണ്ടത്. നാം 2, നമുക്ക് 2, നാം 1, നമുക്കൊന്ന്, ഇനിയിപ്പോൾ നാം ഒന്നുമല്ല, നമുക്കൊന്നും വേണ്ട, ഈ താല്പര്യങ്ങളിലേക്കൊക്കെ മനുഷ്യൻ കടന്നു വരുന്നു. ദൈവം 10 മക്കളെ എൻ്റെ മാതാപിതാക്കൾക്ക് നൽകി, 2 കരങ്ങളും നീട്ടി അവരത് സ്വീകരിച്ചു. അപ്പോൾ ആ കുടുംബത്തെ സാക്ഷി നിർത്തി ഞാൻ പറയും, വലിയ കുടുംബമാണ് അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. അതിന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ആ കുടുംബത്തിലെ 8ാമത്തെ സന്താനമാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. കാരണം എൻ്റെ മാതാപിതാക്കൾ 55 വർഷം മുമ്പ് ജീവിച്ചിരുന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഇന്നത്തെ ഒരു അപ്പനോ അമ്മയോ ആയിരുന്നു എൻ്റെ മാതാപിതാക്കളെങ്കിൽ ഒരിക്കലും ഞാനിന്ന് ഇങ്ങനെ ഇവിടെ ഉണ്ടാവുകയില്ല. അപ്പോൾ 55 വർഷം മുമ്പ് എൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരുന്നത് കൊണ്ടാണ് പ്രിയമുള്ളവരെ ഇന്നെനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നത്, ഈ ശബ്ദം എനിക്ക് നിങ്ങൾ കേൾക്കുന്നത്, ഈ ലോകത്തിൻ്റെ വെളിച്ചം, ഈ ഭൂമി എനിക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ സത്യത്തിൽ നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കാൻ, നമ്മുടെ സഭയെ രക്ഷിക്കാൻ, നാടിനെ രക്ഷിക്കാൻ, രാഷ്ട്രത്തെ, ലോകത്തെ ഒക്കെ രക്ഷിക്കാൻ കഴിവുള്ള മക്കളെ ദൈവം തരാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ആ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ജന്മം കൊടുത്തില്ല. അനുതപിക്കുക, പശ്ചാത്തപിക്കുക, സത്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത്. അപ്പോൾ ദൈവം തരുന്ന മക്കളെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് വളർത്തുക എന്നുള്ളത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല മക്കളെ വളർത്തേണ്ടത്, നാട്ടു നടപ്പനുസരിച്ചല്ല, ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചല്ല.
ദൈവത്തിൻ്റെ ഹിതമെന്താണ് എന്ന് നമ്മൾ നോക്കണം. ആ ഹിതമനുസരിച്ചാണോ എൻ്റെ മക്കൾ നീങ്ങുന്നത്, എൻ്റെ മക്കളെ ഞാൻ വളർത്തുന്നത് എന്ന് മാതാപിതാക്കൾ ചിന്തിക്കണം. ഇപ്പോൾ പ്രിയ മക്കളെ, നമ്മുടെ ജീവിതാന്തസ്, നമ്മുടെ ശുശ്രൂഷ മാതാപിതാക്കളല്ല തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിച്ച് ചിന്തിച്ച് ദൈവത്തിൻ്റെ ഹിതം നമ്മൾ തിരഞ്ഞെടുക്കണം. മാതാപിതാക്കൾ അതിന് സപ്പോർട്ട് നൽകട്ടെ, അവരതിനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ, അതിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കട്ടെ. പക്ഷേ ഇന്ന് പലപ്പോഴും മക്കളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്, ജീവിതാന്തസ്സിനെക്കുറിച്ച് പോലും തീരുമാനമെടുക്കുന്നത് മാതാപിതാക്കളായി മാറുന്നു. അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്. സെമിനാരിയിൽ പോയ മകനോട് ഇന്നും കലഹിച്ച് അനുരഞ്ജനപ്പെടാത്ത അപ്പനെ എനിക്കറിയാം. മകൾ മഠത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ, നീ മഠത്തിൽ പോയാൽ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ അമ്മയെ എനിക്കറിയാം. ദൈവം തരുന്ന മക്കളെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് വിട്ടുകൊടുത്തില്ല എങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് നമ്മൾ വിട്ടുകൊടുത്തില്ല എങ്കിൽ, അതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ വലുതാണ് എന്നുള്ള സത്യം നമ്മൾ മറക്കരുത്. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിൻ്റെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ പദ്ധതിയിൽ പെട്ടെങ്കിലേ നമുക്ക് ഈ ക്ഷേമം, ഈ ഐശ്വര്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ പദ്ധതിക്ക് പുറത്തു പോയാലോ ഒരിക്കലും ഈ ക്ഷേമം, ഈ അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പ്രിയ കുട്ടികളെ, പ്രിയ യുവജനങ്ങളെ, ഈ ജീവിതം ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ജീവിതത്തിനൊരിക്കലും സെപ്റ്റംബർ പരീക്ഷയില്ല. അപ്പോൾ നിങ്ങളെടുക്കുന്ന ആ ഒരൊറ്റ തീരുമാനം അനുസരിച്ചിരിക്കും ഒന്നുകിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ വിജയം, അല്ലെങ്കിൽ മുഴുവൻ പരാജയം. അതുകൊണ്ട് ഇത് പന്താടേണ്ട ഒരു ജീവിതമല്ല. പ്രാർത്ഥിച്ച് ചിന്തിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവഹിതം എന്താണെന്നറിഞ്ഞ് ആ ജീവിതാന്തസ്സിലേക്ക്, ആ തൊഴിൽ രംഗത്തിലേക്ക്, ശുശ്രൂഷയിലേക്കാണ് നമ്മൾ നീങ്ങേണ്ടത്. എൻ്റെ ജീവിതത്തെ സാക്ഷി നിർത്തിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ കൊച്ചുനാളിൽ മിഷൻ ലീഗിൽ, സംഘടനയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അൾത്താര ബാലസംഘത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ഒരച്ഛനാകണമെന്നുള്ള മോഹമൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഹൈസ്കൂളിലേക്ക് കയറി, 10ാം ക്ലാസ്സിലേക്കൊക്കെ വന്നു, അതെല്ലാം പാടെ അകന്നുപോയി. ഈ ലോകത്തിൻ്റെ കൂട്ടുകെട്ടി ലോകത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങി. അങ്ങനെ ITI ഒക്കെ പഠിച്ചു. ഞാൻ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് ബോംബെക്ക് വണ്ടി കയറുകയാണ് ഗൾഫിൽ പോകാൻ. അപ്പോൾ ലോകത്തിൻ്റെ മോഹങ്ങൾ, പണം സമ്പാദിക്കണം, ഈ ജീവിതം ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കണം, ഈ രീതിയിലാണ് എൻ്റെ പോക്ക്. അങ്ങനെ അവിടെ കുറഞ്ഞലഞ്ഞ് തിരിഞ്ഞ് നടന്നു, ഉള്ള പൈസയെ നഷ്ടപ്പെട്ട് വീണ്ടും തിരിച്ചു വരികയാണ്. എനിക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല, ഓരോരോ തടസ്സങ്ങൾ. അങ്ങനെ വീണ്ടും തിരിച്ചു വന്നു. ഒരു നാടകത്തിൻ്റെ പുറയൊക്കെ പോയി നോക്കി, അവിടെയും രക്ഷയില്ല. കറങ്ങി തിരിഞ്ഞൊക്കെ നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തുമ്പ വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിൽ ഒരു അപ്രൻറ്റീസായിട്ട് എന്നെ വിളിക്കുന്നു. അപ്പോൾ ജോലി കിട്ടുന്നതല്ലേ എന്ന് കരുതി അങ്ങോട്ട് പോയി. അപ്പോൾ എനിക്ക് ഈ ചെയ്യുന്ന ജോലിയിലൊന്നും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഞാൻ വേറെ എന്തോ ഒന്നിനു വേണ്ടി ദാഹിക്കുകയാണ്. ഇതിലൊന്നും എനിക്കൊരു സംതൃപ്തി കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. എങ്കിലും ഈ ജോലി സ്ഥിരപ്പെട്ട് കിട്ടാൻ വേണ്ടിയുള്ള എൻ്റെ പരിശ്രമമാണ്. പിന്നെ ഞാൻ താമസിക്കുന്നത് വെട്ടുകാട് ക്രിസ്തുരാജ ചർച്ചിൻ്റെ അടുത്തുള്ളൊരു ലോഡ്ജിലാണ്. അപ്പോൾ ഞാൻ ആ ചർച്ചിലേക്ക് നോക്കുകയാണ്. പരിസരത്തേക്ക് ധാരാളം ആളുകൾ ക്രിസ്തുരാജ രൂപത്തിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. അവരനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുകയാണ്, അപ്രൻറ്റീസ് കഴിഞ്ഞ്
ജോലി സ്ഥിരപ്പെട്ട് കിട്ടണം, അതിനു വേണ്ടി സ്വാർത്ഥപരമായിട്ട് ഞാനും പ്രാർത്ഥിക്കുക. അങ്ങനെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ക്രിസ്തുരാജ രൂപത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്. മകനെ, നിൻ്റെ വഴി ഇതല്ല, നിൻ്റെ വഴി ഇതല്ല, നിൻ്റെ വഴി ഇതല്ല. അപ്പം ഞാൻ ചുറ്റും തിരിഞ്ഞു നോക്കുന്നുണ്ട്, ആരെയും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇതാ എൻ്റെ മനസ്സിലേക്ക് ഞാൻ ഈ 22 വയസ്സ് വരെ കടന്നുപോയ വീഥികൾ, അവസ്ഥകൾ, ഇതെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഒരു ചലച്ചിത്രം പോലെ കടന്നു വരികയാണ്. അവിടെ ഒന്നും എനിക്ക് നിലനിൽക്കാൻ കഴിയാത്ത, സന്തോഷമില്ലാത്ത അവസ്ഥകൾ. അപ്പോൾ എൻ്റെ കൊച്ചുനാളിലുള്ള ഈ ആഗ്രഹം, ഈ ദൈവവിളിയുടെ ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ആ നിമിഷം, ആ നടയിൽ വെച്ച് ഞാനൊരു തീരുമാനമെടുക്കുകയാണ്. ഇനി എൻ്റെ ജീവിതം, ഇനി കർത്താവിന് വേണ്ടി. പിറ്റേ ദിവസം ഞാൻ രാജിക്കത്തും എഴുതി കൊടുത്ത് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. അങ്ങനെ 22ാമത്തെ വയസ്സിലാണ് ഞാൻ സെമിനാരിയിൽ ഞാൻ ചേരുന്നത്. അപ്പം ഇന്നെനിക്ക് മനസ്സിലായി, എൻ്റെ ദൈവവിളി ഞാൻ കണ്ടെത്തി, എൻ്റെ ജീവിതാന്തസ് ഞാൻ കണ്ടെത്തി. അല്ലെങ്കിലോ ഞാനിത് കണ്ടെത്താതെ ഞാൻ പോയിരുന്നുവെങ്കിൽ എവിടെയെങ്കിലും തട്ടിത്തകർന്നെൻ്റെ ജീവിതം നശിച്ചു പോയേനെ. ഇന്നെനിക്ക് മനസ്സിലായി, ഇതാണ് എൻ്റെ ദൈവവിളി. അപ്പോൾ ഇന്ന് എനിക്ക് സന്തോഷമുണ്ട്. ഈ ജീവിതം ജീവിതയോഗ്യമാണ്. ഇത് നശിപ്പിക്കേണ്ടതല്ലല്ലോ, ഇത് ദൈവത്തിൻ്റെ ദാനമാണല്ലോ. എനിക്ക് എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നു. പ്രിയമുള്ള മക്കളെ, നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഇപ്പോഴുള്ള നമ്മുടെ ഈ ജീവിതത്തിൽ, ഈ ജീവിതാന്തസ്സിൽ നമ്മൾ സംതൃപ്തരല്ല എങ്കിൽ നമ്മൾ ചിന്തിക്കണം, ദൈവത്തിൻ്റെ ഹിതം ഞാൻ അറിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ള ഒരു ജീവിതാന്തസ്സാണോ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്? ദൈവഹിതമനുസരിച്ചുള്ള ഒരു ശുശ്രൂഷയാണോ, ജോലി രംഗമാണോ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരുപക്ഷെ നമുക്ക് ഇനിയും സമയമുണ്ട്. അതുകൊണ്ട് ഈ ജീവിതം നഷ്ടപ്പെടുത്താതെ നമുക്ക് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഈ ജീവിതം സന്തോഷകരമാക്കി ആ ആത്യന്തിക ലക്ഷ്യമാകുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാനായിട്ട് കഴിയട്ടെ. നമുക്ക് ഈ നിമിഷത്തിൽ ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ നല്ലവനായ ദൈവമേ, അവിടുത്തെ ആ വിളി ഞങ്ങൾ മനസ്സിലാക്കും. അമ്മയുടെ ഉദരത്തിൽ ഒരു ഭാഗം മുമ്പേ അവിടുന്ന് എന്നെ വിളിച്ചുവല്ലോ. അവിടുന്ന് എന്നെ മനുഷ്യ അസ്തിത്വത്തിലേക്ക് വിളിച്ചുവല്ലോ. സത്യസഭയിൽ ഒരു മകനായി മകളായി എന്നെ വിളിച്ചുവല്ലോ. എനിക്കൊരു ജീവിതാന്തസ് നൽകിയല്ലോ. കർത്താവേ, പലപ്പോഴും ഞാനിത് മനസ്സിലാക്കാതെ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ദുഃഖിതനും നിരാശനുമാണ്. എന്നോട് കരുണയായിരിക്കണമേ കർത്താവേ. അമ്മേ മാതാവേ, പുത്രനായ യേശുവിനെ വളർത്തി വലുതാക്കിയതുപോലെ മക്കളായി ഞങ്ങളെയും കർത്താവിൻ്റെ തിരുഹിതമനുസരിച്ച് വളർത്തി അവിടുന്ന് ആ കർത്താവിൻ്റെ തിരുഹിതത്തിന് അനുയോജ്യരായ മക്കളായി ഞങ്ങളെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും
മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം.